ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ തന്നെ രണ്ടും കൂടെ എങ്ങോട്ടാണെന്നല്ലേ, എങ്ങോട്ടും അല്ല, പുട്ടിൻ്റെ മാവ് മേടിക്കണം ഗൈസ്. ഇവിടെ നിന്ന് ഗോതമ്പ് പുട്ടാണ്. എനിക്ക് നിങ്ങളിലും ഗോതമ്പ് പുട്ട് ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സ്ഥിരം കഴിക്കുക പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ്, പുട്ടാട്. അപ്പോൾ പുട്ട് എന്തായാലും സെറ്റാകാൻ വേണ്ടി 20 മിനിറ്റ് വേണം. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഉച്ചക്കത്തേക്കുള്ള പരിപാടികൾ തുടങ്ങാമെന്ന്. കാര്യം എണീക്കുന്നത് തന്നെ ഉച്ചയ്ക്കാണ്, പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പരിപാടികൾ തുടങ്ങണമല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ കിഴങ്ങ് അരിഞ്ഞ് വെച്ചു, അതിനുശേഷം ചീര ഉണ്ടായിരുന്നു, ചീരത്തോരനും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ പുട്ടൊന്നും സെറ്റാക്കി. ഞാൻ ഇഡ്ഡലിക്കുട്ടത്തിലാണ് പുട്ട് വയ്ക്കുന്നത്. കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ എന്ന് പുട്ടൂരിയിൽ പുട്ട് വെച്ചാലും അതിൽ ആവി വരില്ല. ഇഡ്ഡലി തട്ടാകുമ്പോൾ പെട്ടെന്നാവും, പക്ഷേ കഴുകാൻ കുറച്ച് പാടാണ്, എന്നാലും സാരമില്ല. പിന്നെ മീനാണ്, ചാള മീനാണ്. ചാളയും എടുത്ത് തണുപ്പ് മാറാനായിട്ട് വെച്ചിട്ട് ഞാൻ കാപ്പി കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. കാപ്പി കുടിച്ചതിന് ശേഷം ഞാൻ എല്ലാത്തിനും തേങ്ങയൊക്കെ തിരുവി അരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തേങ്ങ അരിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ അമ്മ അങ്ങ് അരയ്ക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ രാവിലെ കുറച്ച് നേരത്തെ തന്നെ ഇന്നത്തെ ജോലികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചീരത്തോരനും വെച്ച് കിഴങ്ങിന് അടുപ്പിൽ വെച്ചിട്ട് ഞാൻ പോയി മീൻ കണ്ടിക്കാനായിട്ട് പോയി. ഇന്ന് മീൻ കണ്ടിക്കാൻ പോയി ഞാനാണ്. ചാള പൊതുവെ എനിക്ക് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് പൊരിക്കാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മ മോരുകറിയൊക്കെ സെറ്റാക്കി അടുക്കളയൊക്കെ ക്ലീനാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. മീൻകറി സെറ്റായി ഗൈസ്.